സിതുഭായ്, യെസ്. മലപ്പുറത്ത് കുറച്ച് അധികം കാലമായിട്ട് നടക്കുന്ന ഈ വീട്ടിൽ പ്രസവം പരിപാടിയെ കുറിച്ചിട്ട് ഞാനൊരു 3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് കൃത്യമായൊരു ഓഡിറ്റ് സർക്കാർ വെക്കണം. കാരണം മലപ്പുറം ജില്ലയിൽ എസ്പെഷ്യലി ഇതിന് ഭയങ്കരമായ വിസിബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മതം പറഞ്ഞുള്ള വിസിബിലിറ്റിയാണ്. മനസ്സിലായോ? ഈ വീട്ടിലെ പ്രസവത്തിന് ഏറ്റവും കൂടുതൽ പോകുന്നതും അത് ചെയ്യുന്നതും അത് ഫോളോ ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ ഗ്രൂപ്പിലുള്ളതൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീകളാണ്. ഇവിടെ മതം പറഞ്ഞുള്ള ചൂഷണമാണ് എന്ത് ചെയ്യുന്നത്, ഈ വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ ആളുകൾ ഈ അക്യുപങ്ക്ചർ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ അവരതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അവർ ഗർഭം വളരെ നാച്ചുറലായിട്ട് അവർ പറയുന്ന രീതി ഇങ്ങനെ അറിയാം. നിങ്ങൾക്ക് പട്ടിയും പൂച്ച ആനയൊക്കെ പ്രസവിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയല്ലേ മനുഷ്യൻ പ്രസവിച്ചോളും, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ പ്രസവിക്കുന്നതാണ് അവർ പറയുന്നത്. അതിനവർ ന്യായം വെക്കുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഉമ്മമാർ 8ഉം 10ഉം ഒക്കെ പ്രസവിച്ചിട്ടില്ലേ. പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പോഴത്തെ കാലം, അല്ലേ? അതെ, എത്ര മാറ്റമുണ്ട്. പണ്ടത്തെ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ നല്ല മെയ്യിറങ്ങി പണിയെടുത്ത ആളുകളാണ്, പാടത്തും പറമ്പത്തും ഇറങ്ങിയിട്ട്. ഇപ്പോഴുള്ള ആളുകൾക്ക് അങ്ങനത്തെ ഹാർഡ് വർക്കുകളുണ്ടോ? ഇല്ല. ഭക്ഷണ രീതി മാറി, ശ്വസിക്കുന്ന വായുവിൻ്റെ ക്വാളിറ്റി വരെ മാറിയ കാലഘട്ടത്തിൽ വന്നിരുന്നിട്ടാണ് ഇവർ ഈ പറയുന്നത്. അല്ല, അന്നത്തെ അമ്മമാർ ചെയ്തതുപോലെ ഹാർഡ് വർക്കുകൾ ഇന്നത്തെ ആളുകൾക്ക് ചെയ്യാനില്ല, അങ്ങനത്തെ ജോലികൾ ചെയ്യാൻ സാഹചര്യങ്ങളും ഇല്ല. അതെ. അപ്പോൾ മനുഷ്യനാണ്, എവല്യൂഷൻ സംഭവിക്കും. ആ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്ന മാറ്റങ്ങളായിട്ട് നമ്മളെ ബോഡി അഡാപ്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് മോഡേൺ മെഡിസിൻസ് ഉപയോഗിച്ചേ പറ്റൂ. പിന്നെ അക്യുപങ്ക്ചർ എന്ന് പോലത്തെ ഒരു സംഗതി ഒരിക്കലും ഇവിടുത്തെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ലൈനൊന്നുമല്ല. മനസ്സിലായോ? ചൈനയിൽ അത് അവരുടെ ട്രഡീഷണൽ രീതിയാണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അത് ചൈനയായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിൽ ഇവിടെ മതം കൂട്ടിക്കുഴച്ചിട്ടാണ് ഈ സാധനം എന്ത് ചെയ്യുന്നത്, ആളുകളുടെ ഇടയിൽ ബിസിനസ് ചെയ്യുന്നത്. അതിൻ്റെ ഇര തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മരിച്ചുപോയ 1 വയസ്സുകാരനായ കുട്ടി മരിച്ചു. ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഫോട്ടോ ആണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇതിൽ ഈ കാണുന്ന ലേഡി, ഇവർ അത്യാവശ്യം മലപ്പുറത്ത് ഈ പറഞ്ഞ വീട്ടിൽ പ്രസവം ഏരിയയിൽ ഭയങ്കര ഫേമസ് ആണ്. ഹിര ഹരേര എന്നാണ് അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ പേര്. ഇവർ ഒരു വ്യക്തിക്ക് കൊടുത്ത കമൻ്റ് റിയാക്ഷൻ ഞാനിവിടെ സൈഡിൽ വെക്കാം കേട്ടോ. നിങ്ങളുടെ സ്വന്തം മകന് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് വാഹനാപകടം ഉണ്ടായാൽ ശക്തമായ മുറിവുകളും പരിക്കുകളും ഉണ്ട് എന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായാൽ ഒരു അക്യുപങ്ക്ചർ ചികിത്സക എന്ന രീതിയിൽ നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റിയ 2 കിലോമീറ്ററിനുള്ളിലുള്ള അക്യുപങ്ക്ചർ ഷോപ്പ് ഉണ്ട്. 3 കിലോമീറ്റർ മാറി ഹോമിയോ ഉണ്ട്. 5 കിലോമീറ്റർ മാറി ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. 7 കിലോമീറ്റർ മാറി പ്രത്യേക പ്രകൃതി ചികിത്സാ കേന്ദ്രമുണ്ട്. 25 കിലോമീറ്റർ മാറി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഉണ്ട്. നിങ്ങൾ എവിടെ കൊണ്ടുപോകും? ഇതാണ് അയാൾ ചോദിച്ച ചോദ്യം. കൊടുത്ത ഉത്തരം നോക്കി നിങ്ങൾ. ആണോ എങ്കിൽ കേട്ടോളൂ, സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ചാണ് പറ്റിയതെങ്കിലും അങ്ങോട്ട് കയറില്ല. അത് ആ അമ്മയുടെ ചിന്താഗതി അത്രയേ ഉള്ളൂ. സ്വന്തം മകന് ഒരു അപകടം സംഭവിച്ച് ചോരയിൽ കുളിച്ച് കടന്നാലടക്കം മോഡേൺ മെഡിസിൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോകാൻ അവർ വില്ലിങ് അല്ല. ഇപ്പൊ അനുഭവിച്ചതും അങ്ങനത്തെ അനുഭവം നടന്നതും അങ്ങനെ തന്നെയാണ്. സ്വന്തം കുട്ടി ഇല്ലാതായാലും കൊന്നു കളഞ്ഞാലും കുഴപ്പമില്ല, അവരെ ആ ഒരു രീതികൾ തുടർന്ന് വരുന്നോണ്ടിരിക്കുന്ന ആചാരങ്ങളും രീതികളും ഒഴിവാക്കാൻ പറ്റില്ല. എന്ത് ഗതികെട്ട നാടും എന്ത് ചിന്താഗതി എന്നുള്ളത് എനിക്ക് ഒട്ടും പിടുത്തം കിട്ടുന്നില്ലേ. ഇതേ ലേഡീൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ട് കേട്ടോ. കുട്ടികളുടെ രോഗം ആശങ്കപ്പെടുത്തുന്നുണ്ടോ? കുട്ടികളുടെ കാര്യങ്ങൾ ഇനി പേടി വേണ്ട, കാര്യത്തിൽ ഇനി പേടി വേണ്ട. സ്വന്തം കുട്ടി പോയല്ലോ. കുട്ടികളുണ്ടെങ്കിലല്ലേ പേടിക്കേണ്ട ആവശ്യം. 2 കുട്ടികളുണ്ട്. അതിലൊരു കുട്ടിക്ക് വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ കുട്ടി ഹെൽത്തി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. 2ാമത്തെ കുട്ടിക്ക് 1 വയസ്സായി. ആ കുട്ടിക്ക് ഒന്നും ഒരു ചെയ്തിട്ടില്ല. കുട്ടിക്ക് മഞ്ഞപ്പിത്താണ് വന്നത്. മഞ്ഞപ്പിത്തം വന്നപ്പോൾ ആ കുട്ടിയിൽ ഇവരെന്ത് ചെയ്തു, അക്യുപങ്ക്ചർ ചെയ്തു. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് വന്ന സമയത്ത് അതിൽ അക്യുപങ്ക്ചർ ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. എന്നിട്ട് തലയിൽ ഞരമ്പെങ്ങാണ്ട് പൊട്ടിയിട്ടാണ് ആ കുട്ടി മരിക്കുന്നത്. അപ്പം ഇത്രയും നിങ്ങൾ സ്വന്തം മക്കളുടെ അടുത്ത് പോലും നിങ്ങളുടെ വാശി, നിങ്ങളുടെ ഈ പറഞ്ഞ നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ ദേഹത്ത് ചെയ്തോ, അല്ലേ? നിങ്ങളുടെ ദേഹത്ത് പരീക്ഷണം നടത്തിക്കും. എന്തിനാ നിങ്ങളെ മക്കളുടെ ദേഹത്ത്? നിങ്ങളെ മക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലരും പറയുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് ന്യൂസിലൊക്കെ വന്നിരുന്നുണ്ട്, മക്കളുടെ കാര്യം തീരുമാനിക്കുന്ന അച്ഛനമ്മമാരല്ലേ. ബുൾഷിറ്റാണ്. ഒരു ചെറിയ കുട്ടിയുടെ കാര്യം തീരുമാനിക്കുന്ന അച്ഛന്മാരുടെ കൂട്ടത്തിൽ ഇവിടുത്തെ സ്റ്റേറ്റാണ്, ഗവൺമെൻറ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് അംഗനവാടിയും ആരോഗ്യ മിഷനും ഇവിടുത്തെ പല എന്താ പറയുക ഈ മെഡിക്കൽ ഫെസിലിറ്റീസ് മൊത്തം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ജനിക്കുന്ന കുട്ടികൾ ആരോഗ്യത്തോടു കൂടി വളർത്തണം, രോഗങ്ങൾ കുറയ്ക്കണം. ചെയ്തിട്ടില്ലെങ്കിലുള്ള അനുഭവമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടത്. ഈ ഉമ്മല്ലേ, കുട്ടിയുടെ ഉമ്മ
ഈ അക്യുപങ്ക്ചർ പഠിച്ചിട്ടുള്ള അക്കാഡമിയിൽ ഇരുന്നിട്ട് അതിന്റെ പ്രൊമോഷൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ എവിടെ പ്ലേ ചെയ്യാം? ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് നമുക്ക് അനുഭവങ്ങളിലൂടെ നമ്മൾ നിരീക്ഷിച്ച് പഠിക്കാനുണ്ട്. എന്നാലും അൽഹംദുലില്ലാ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, വിവരണങ്ങൾ, അല്ലെങ്കിൽ രോഗങ്ങളെക്കുറിച്ചുള്ള മോഡേൺ മെഡിസിൻ്റെ കാഴ്ചപ്പാടുകൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട്, നേർവിപരീതമായിക്കൊണ്ട് എന്ന് തന്നെ പറയാം, നമുക്ക് വേറൊരു തരത്തിലുള്ള ഒരു ചികിത്സയും അല്ലെങ്കിൽ ആരോഗ്യ പാഠങ്ങളും ഈ ഒരു സിംഗിൾ നീഡിൽ അക്യുപങ്ക്ചർ എന്നതിലൂടെ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ മാതൃത്വത്തിലേക്ക് കടന്നു വന്ന ആ ഒരു കാലയളവിൽ തന്നെ എനിക്ക് 2 കോഴ്സുകൾ ജീവിതത്തിലുടനീളം നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന 2 തരത്തിലുള്ള കോഴ്സുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഹോസ്പിറ്റൽ രോഗങ്ങൾ വരുമ്പോഴുള്ള നിർബന്ധിച്ചുകൊണ്ട് അവർക്ക് രുചിയില്ലാത്ത മരുന്നുകൾ നൽകുന്നതും, അഡ്മിറ്റ് ആകുമ്പോൾ ഉള്ള അവരുടെ പ്രയാസങ്ങൾ, കരച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, അതായത് രോഗം വരുന്നതിനേക്കാൾ അപ്പുറമാണ് ചികിത്സകൾ കൊണ്ട് അവരെ നമ്മൾ പ്രയാസപ്പെടുത്തുന്നത്. അതൊക്കെ ഒരു നിർബന്ധിത അവസ്ഥയാണ്. എന്നാൽ കുട്ടികളെ പ്രയാസപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മളെങ്ങനെ രക്ഷ നേടും എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ ആയിക്കൊണ്ട് ഇത് വന്നപ്പോൾ വലിയൊരു എൻ്റെ ഇതിനപ്പുറം ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്നത് പോലെ തോന്നി. വാക്സിനേഷൻ്റെ കാര്യത്തിലും കുട്ടിക്ക് തീരെ എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ കൂടി നമ്മൾ ആശാവർക്കർമാർ അങ്ങനെയൊക്കെ വന്ന് ഫോഴ്സ് ചെയ്യണ ടൈമിൽ, അല്ലെങ്കിൽ അവർ വിളിച്ച് പറയുന്ന ടൈമിൽ 3 വാക്സിനേഷനോളം അവൾക്ക് എടുത്തിട്ടുണ്ട്. മോൾക്ക് ഇപ്പോൾ 2.25 വയസ്സായി. എങ്കിൽ പോലും താല്പര്യമില്ലാതാണെങ്കിലും എടുത്തില്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നം, സ്കൂളിൽ ചേർക്കണ കാര്യം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഭാവിയിൽ പോവേണ്ടി വരുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ, സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കതിന് എന്താണ് അത് വേണ്ടതുണ്ടോ എന്നുള്ള കറക്റ്റായിട്ടുള്ള ഉത്തരം എവിടെ നിന്നും കിട്ടണില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ താല്പര്യമില്ലാതെ പോയി എടുക്കും. പക്ഷെ അൽഹംദുലില്ലാ ഇപ്പം അതിനൊക്കെ എടുത്താൽ എന്താണ് പ്രശ്നം, അല്ലെ എടുത്തില്ലെങ്കിൽ ആണ് അതിൽ നന്മ എന്നും, എടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നവും നമുക്ക് ജീവിക്കാൻ, നമ്മളെ ജീവിതത്തിനെ തടസ്സപ്പെടുത്തുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നും ഒക്കെ മനസ്സിലാക്കി. അതായത് ഇവരൊക്കെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന മോഡേൺ മെഡിസിൻ, നമ്മളിലേക്ക് എത്തുന്ന മോഡേൺ മെഡിസിൻ റിസർച്ചിലൂടെ ഡെവലപ്പ് ചെയ്ത് ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടാണ് അത് ഹ്യൂമൻ ബോഡിയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇവർ ഈ പറഞ്ഞു വെക്കുന്നതിൽ തന്നെ ഉണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ അണ്ടർ എന്താണ് ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ റിസർച്ചിലോ ഉള്ള ഒരു സാധനത്തിൽ പോയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മക്കളെ ശരീരം വെച്ചു കൊടുക്കുന്നത്. അതും വെറും മതം മാത്രം നോക്കിയിട്ട്. ഞാൻ തുറന്നു പറയാൻ മലപ്പുറത്തിരുന്നു കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട പല സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ പറഞ്ഞ അക്യുപങ്ക്ചറിലേക്ക് കൊണ്ടുവരുന്നത് വെറും പച്ചവർഗീയതയും മതവും പറഞ്ഞിട്ടാണ്. ഇൻഷാ അള്ളാ മാഷാ അള്ളാ ഈ സാധനം പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരികയാണ് ഇവർ. ഇത്രയും ഇവിടെ സംഭവിക്കുന്നുള്ളൂ. മതം വിൽക്കുന്നതിൻ്റെ വേറൊരു രൂപം, അത് മാത്രമാണ്. മലപ്പുറത്ത് ഈ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞ ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ട് ലൈഫ് പഞ്ചറാക്കി വിടുകയാണ് ആൾക്കാരത്. ഞാനിവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഞാനിത് കഴിഞ്ഞ എൻ്റെ 2 വീഡിയോയിലും വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ഒരു കൂട്ടം അമ്മമാർ കുട്ടികളെയും കൊണ്ട് എന്തോ ട്രോഫി കിട്ടിയ മാതിരി ഹോം ബർത്ത് എന്ന് പറഞ്ഞിട്ട് അവരെന്തോ വലിയ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നത്. വീട്ടിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കില്ല, മരുന്ന് കൊടുക്കില്ല, ഒന്നുമില്ല. കുട്ടികളെ വീട്ടിൽ പ്രസവിച്ചു, അതെന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ട് വന്നിട്ട് എടുത്തു കൊണ്ടതൊക്കെയാണ്. ഞാനുണ്ട് ഇനി അവിടെ ഒരു ലേഡി സംസാരിക്കുന്നത് കേട്ടോളെ. ഒരു കാലത്ത് വീട്ടിലെ പ്രസവം എന്നത് അനായാസം നടന്നുന്ന ഒരു പ്രക്രിയയായിരുന്നു. കാലം പിന്നിട്ടപ്പോൾ അത് കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി തീർന്നപ്പോൾ നമ്മുടെ അക്യുഷിന്റെ ചുണക്കുട്ടികൾ ധീരതയോടെ വീട്ടിലെ പ്രസവം എന്നത് നിസ്സാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്യുഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്ന ആ സുന്ദര നിമിഷത്തിന് നമ്മൾ ഏവരും സാക്ഷിയാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തില് ഇവരെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ. ഇനിയുമുണ്ട് അക്യുഷിൽ ഒരുപാട് ആളുകൾ, അതായത് ബോഡി നെവർ കമ്മിറ്റ് എനി മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയപ്പോ ഇത് പ്രകൃതിയാ നടക്കേണ്ട ആ ഒരു പ്രസവം എന്ന പ്രക്രിയയെ, പക്ഷെ ഇന്ന് നമുക്കറിയാലേ ഹോസ്പിറ്റലുകളിലും അല്ലാതെയൊക്കെ ഇതിന് വല്ലാണ്ട് ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പ്രസവം എന്നുള്ളത്. അപ്പൊ ശരിക്കും ഇവരിന്ന് ധീര വനിതകൾ തന്നെയല്ലേ ഈ സമൂഹത്തിൽ
എല്ലാവർക്കും മാതൃകയാകാനുള്ളവർ തന്നെയാണ്. അപ്പം വളരെ ഹൃദയത്തോടെ ഇവരെ ഓരോരുത്തരെയും ഈ ഒരു വേളയിൽ ഹൃദയം നിറഞ്ഞ് ആശംസിക്കും. എന്ത് സൊസൈറ്റിക്ക് മാതൃക എന്നാ പറയുന്നത്? മാതൃഭൂമി കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. വീട്ടിലെ പ്രസവം, അതിൽ മലപ്പുറത്തെ കണക്കും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വെച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ഏറ്റവും വിദ്യാഭ്യാസമുള്ള നല്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പോയി തല വെച്ച് കൊടുക്കുന്നത്. ഇപ്പം ഉണ്ടല്ലോ ഒരു ട്രെൻഡ്, ഓർഗാനിക് ലൈഫ്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് മിറ്റു. അതുപോലെയാണ് ഇപ്പോൾ. അതായത് നൊസ്റ്റാൾജിയ, പഴമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആണ്. നമുക്കും ചില സമയങ്ങളിൽ നൊസ്റ്റു സാധനങ്ങൾ വരാറുണ്ട്. പക്ഷെ അത് നമ്മൾ ലൈഫിൽ അഡാപ്റ്റ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നടക്കാൻ പറ്റൂ, ചെയ്യാൻ പറ്റൂ. ഇവരെന്ത് ഈ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇവർക്ക് ഒരു തരത്തിലും ഹോസ്പിറ്റൽസും മോഡേൺ മെഡിസിനോടും താല്പര്യമില്ല. ഇവർക്ക് ആകെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ, ഇത് ചൈനയിലാണെങ്കിലും ഈ അക്യൂപങ്ക്ചർ പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുത്തുള്ള പ്രോസസ്സ് അറിയാം. ഇവിടെ ആകെ പഠിക്കുന്ന എത്ര റേഞ്ച്? 2 മാസം. 2 മാസം പഠിച്ചിട്ടാണ് ഇത് ജീവൻ വെച്ച് അത് വെച്ചാണ് ഈ ജീവൻ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മരിച്ച കുട്ടിയുടെ ഉമ്മ ഹിര ഹറേര, അവരെ കുറിച്ചുള്ള ഒരു കുറിപ്പുണ്ട്. ഹിര ഹറേരയുടെ ഉമ്മയും പങ്ക്ചർ ഡോക്ടറാണ്. ഇവരുടെ അടുത്ത് പോകുന്ന കുറേ ആളുകളുണ്ട്. അവർ പറഞ്ഞ് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ അവർ ക്ലിനിക് തുറന്നിരുന്നു. കുട്ടി മരിച്ചതിന് ശേഷം ഉണ്ടാവും. പേരക്കുട്ടിയെ കൊലയ്ക്ക് കൊടുത്തിട്ടും യാതൊരു ഉളുപ്പുമില്ലാത്ത സ്ത്രീ. തോറ്റു കൊടുക്കില്ല എന്ന് ഹിരയുടെ ധൈര്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു വീട്ടിന് ഇങ്ങനെയൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത്. സ്വന്തം ഉമ്മ തന്നെ ഇത്രയും വലിയൊരു സപ്പോർട്ട് ഉണ്ടാവുമ്പോൾ ആ പെൺകുട്ടി അങ്ങനെ ആയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി ഷുഹൈബ് റയൂല എന്ന ഇവരുടെയൊക്കെ നേതാവ്, ഷുഹൈബ് റിയാലോ, ഓക്കെ. ഈ ഷുഹൈബ് റിയാലോനെ കുറിച്ചുള്ള ഒരു വീഡിയോ അവിടെ വയ്ക്കാം. ഇവരുടെ നേതാവെന്നാണ് പറയുന്നത്. സ്റ്റുഡൻസിനെ, അതായത് ഇയാളുടെ സ്റ്റുഡൻസിനെ അവർക്കറിയാം. ഒരാളുടെ കസിൻ എൻ്റെ ഫ്രണ്ടാണ്. അവൾ പറഞ്ഞത് എല്ലാ അക്യു മാസ്റ്റേഴ്സിനെയും പോലെ അല്ല ഇയാൾ. അതായത് ഇയാൾക്ക് ഭയങ്കര എന്തോ വ്യത്യാസമുണ്ട്. ഒരു പ്രത്യേക തീവ്ര ചിന്തയുള്ള ആളാണ്. മറ്റു മാസ്റ്റേഴ്സിനൊന്നും ഇത്രയും തീവ്ര ചിന്തയില്ല. അക്യു മാറിയില്ല എങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോകാൻ പറയും. അതായത് ബാക്കിയുള്ള ആളുകൾ അത് പറയും, അക്യു മാസ്റ്റേഴ്സ് പറയാറുണ്ട് ഇത്ര. പക്ഷെ ഇയാൾ പറയില്ല. കാരണം ഇയാളുടെ മതം മാത്രമാണ് ഇയാളുടെ മെയിൻ. പക്ഷേ ഇയാൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് അക്യു മാത്രം ആണ് ഹലാൽ. അതാണ് പ്രശ്നം. അക്യുപങ്ക്ചർ ഹലാലാണ്. മോഡേൺ പഠിപ്പിക്കുന്ന അക്യുപങ്ക്ചർ മാത്രമാണ് ഹലാൽ. അയാള് ഹലാൽ എന്ന് പറഞ്ഞിട്ട് അക്യുപങ്ക്ചറുകൾ പഠിപ്പിക്കും. ഈ ഷിഹാബ് റയാലു ഇനി റയാലു എന്ന് പറഞ്ഞാൽ ബാക്കി ആ സ്ത്രീ ഇവിടെ എഴുതിയ സാധനങ്ങൾ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഇനി ഈ റയാലുവിൻ്റെ ഐറ്റം ഞാൻ കാണിച്ചതേ. ഈ റയാലുവിനെ ഇന്നലെ ന്യൂസ് 18 കിട്ടിയിരുന്നു. ന്യൂസ് 18 റയാലു പറയുന്നത് കേൾക്കണം. ഷുഹൈബ് റയാലു ഇതാണ് ഈ മോഡൽ. ഈ ഒരു സീസണിൽ 64 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. ഈ 64 പേര് മരിച്ചത് മുഴുവൻ അലോപ്പതി ഹോസ്പിറ്റൽ, നിങ്ങൾ പറഞ്ഞ ശാസ്ത്രീയ ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലാണ് 64 പേര് മരിച്ചിട്ടുള്ളത്. ഈ 64 പേര് മരിച്ചതിനുള്ള കാരണം, അഥവാ ശാസ്ത്രീയ ചികിത്സ കൊണ്ട് മരണം ഒഴിവാക്കാൻ കഴിയുമെന്ന അഭിപ്രായമുണ്ടെങ്കിൽ എങ്ങനെയാണ് 64 പേര് മരിച്ചത്? ഒരിക്കലും ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. 64 പേര് 1-2 അല്ല, വെറും 64 പേര് എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ്. ഇത്രയും വലിയ സംഖ്യ മരിച്ചത് മുഴുവൻ ശാസ്ത്രീയ ചികിത്സ നൽകിയിട്ടാണ് എന്ന് വളരെ കൃത്യമായ കണക്ക് പുറത്തു വരുമ്പോൾ ഒരു കുട്ടി, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കുട്ടിയായാലും മുതിർന്നവരാരായാലും ഇവരൊക്കെ മരിക്കുന്നത് രോഗം കൊണ്ടല്ല, സമയമായിട്ടാണ് എന്നാണ് പൊതുവെ മതവിശ്വാസികൾ മനസ്സിലാക്കി വരുന്നത്. മതം മാത്രം തലയ്ക്ക് പിടിച്ചു വരുത്താൻ. ഇന്ന് എൻ്റെ പൊന്നു ഷുഹൈബ് റയാലു, എന്നോടൊരു ചോദ്യം. സമയമാകുമ്പോൾ മരിക്കുന്നതാണ് മനുഷ്യൻ, അതാണ് പടച്ചോൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ പിന്നെ അക്യുപഞ്ചർ പഠിക്കേണ്ട ആവശ്യം എന്താ? ഒരാൾ കിടക്കുമ്പോൾ ഒരാൾക്ക് ഒരു അസുഖം വന്ന ഒരു സമയമാണത്. ഒരാൾക്ക് അപകടം പറ്റിയ അയാളെ സമയമാണ്. ഒരു കൊലപാതകയ്ക്കും അങ്ങനെ പറയാം, ഒരു കുത്തുകുത്തിയിട്ട് എന്റെ സമയം എത്രയേ ഉള്ളൂ, എനിക്കറിയാവുന്നത്. അപ്പൊ സമയമാകുമ്പോൾ മരിക്കുന്നതാണ് മനുഷ്യൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണ്ട, അക്യുപഞ്ചർ പഠിക്കണ്ട, സ്വയം എങ്ങനെ ഇരിക്കുക. പടച്ചോൻ പറയുന്ന സമയത്ത് ഞാൻ മരിക്കുന്നു പറയുക. അസുഖം വന്നിട്ടാണെങ്കിൽ അങ്ങനെ മരിക്കട്ടെ, വല്ലതും തട്ടി മുട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ മരിക്കട്ടെ, അല്ലെങ്കിൽ വല്ലവരും തട്ടിയിട്ട് പോവാണെങ്കിൽ അങ്ങനെ പോട്ടെ, അല്ലേ? പഠിക്കണ്ടല്ലോ, അങ്ങനെയാണ്. പിന്നെ ഇയാൾ വേറെ കാര്യം, 64 പേരെ കണക്കൊക്കെ പറഞ്ഞു. മോഡേൺ മെഡിസിൻ എന്ത് തരം ഉറപ്പാണ് നൽകുന്നത് എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നുള്ളത്? നിങ്ങൾ ഈ വിളിക്കുന്ന പടച്ചോനോ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറയൂലോ. ദൈവം രക്ഷിക്കലുണ്ടോ? വയനാടും ഇതൊന്നും സംഭവിക്കാൻ പാടില്ല. എങ്ങനെ ദൈവം, നിങ്ങൾ ഈ മനസ്സുരുക്കി വിളിക്കുന്ന ദൈവം പടച്ചോൻ,
പടച്ചോൻ ഏതെങ്കിലും ഒരാൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ടോ? പടച്ചോൻ അനക്ക് ഉറപ്പ് തന്നിട്ടുണ്ടോ അന്വേഷിക്കാന്ന്? അല്ലെങ്കിൽ ഈ നാട്ടിലൊരു പടച്ചോൻ ഉണ്ടെങ്കിൽ ആ പടച്ചോനെ വിളിക്കുന്നവർക്കൊക്കെ നന്മയെ കൊടുത്തിട്ടുള്ളൂ, ദുരിതം ആർക്കും കൊടുത്തിട്ടില്ല, മരണം ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പടച്ചോനെ വിശ്വസിക്കാൻ പാടില്ലല്ലോ. അല്ല, ഇത് പടച്ചോൻ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ മാത്രം ചാടി പിടിച്ച് വരേണ്ട ആവശ്യമില്ല. അത് ആരെങ്ങനെ ഏത് പേരിൽ വിളിച്ചാലും അങ്ങനെയൊക്കെ അല്ല, ഞാൻ ഇതിൽ പടച്ചോൻ തന്നെ പറയും. കാരണം എന്താ പറയുക, ഇവനൊക്കെ ഇരുന്ന് വിൽക്കുന്നത് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള എലമെൻ്റാണ്. അതുതന്നെയാണ് വിൽക്കുന്നത്. ഇവിടെ പച്ചയ്ക്ക് വിൽക്കുന്നതാണ്. മലപ്പുറത്ത് ഈ അക്യുപങ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചികിത്സാ രീതിയിൽ വിൽക്കപ്പെടുന്നത് മതവിശ്വാസമാണ്. അത് മുസ്ലിം മതവിശ്വാസമാണ്. അത് ഇവിടുത്തെ നല്ലവരായ വിശ്വാസികൾ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഒരു അസുഖം വന്നാൽ ഡോക്ടറെ കാണണം, ഒരു മുറിവുണ്ടായ ഡോക്ടറെ കാണണം, ഒരു അപകടം സംഭവിച്ചാൽ ഡോക്ടറെ കാണണം. അതിനുള്ള മോഡേൺ മെഡിസിൻസ് പ്ലസ് എക്യുപ്മെന്റ്സ് നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ തുറന്നു വെച്ചിട്ടുള്ളത്. ഇവിടെ എവിടെയും എല്ലാം നല്ല സുതാര്യമായി നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പ്രശ്നങ്ങളുള്ള സ്ഥലം ഉണ്ടാവാം, പ്രശ്നങ്ങളുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവാം. ഇതെല്ലായിടത്തും ഉള്ള പോലെയാണ്. മതത്തിൽ എന്താ പ്രശ്നങ്ങളില്ലേ? മതപുരോഹിതന്മാരിൽ പ്രശ്നമുള്ള ആളുകളില്ലേ? അത്ര നോക്കി കണ്ടാൽ മതി. നിങ്ങൾ ഒരു തരത്തിൽ എത്തും പൊത്തും ഇല്ലാതെ, ഒരു റിസർച്ചും ഇല്ലാതെ, ഒന്നിനും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഇങ്ങനത്തെ ഫ്രോഡായിട്ടുള്ള ചികിത്സാ രീതികളിലേക്ക് പോകരുത്. ഇനി എത്രയോ പറയുള്ളൂ. ചിലപ്പോൾ ഈ പറഞ്ഞ അക്യുപങ്ചർ വല്ല തലവേദനയ്ക്കോ കാലുവേദനയ്ക്കോ വട്ടച്ചോറിക്കോ ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു ശമനം ഉണ്ടാവും. അല്ലാതെ ഒരു ഗർഭം കൊടുക്കാൻ പറ്റില്ല അക്യുപങ്ചർ പഠിച്ചുകൊണ്ട്. മനസ്സിലായെങ്കിൽ ഒരു ക്യാൻസർ ചിലപ്പോൾ പഠിക്കുന്നത് അതുപോലെയൊക്കെ തന്നെ. ഒരു തലവേദനയ്ക്കുള്ള അക്യുപങ്ചറൊക്കെ ആവും പഠിക്കണ്ടാവുക. അത് ഇതിനൊക്കെ അങ്ങോട്ട് ഉപയോഗിക്കാവും. അതല്ല, ഇത് കേട്ടോണ്ടിട്ടോ നിങ്ങൾ. അസ്വസ്ഥത എന്ന് വെച്ചാൽ നമുക്കറിയാം, രോഗം എന്ന് വെച്ചാൽ അസ്വസ്ഥകളാണ്. ഡിസീസ് എന്ന് വെച്ചാൽ തലവേദന, വയറുവേദന, പനി, ഇങ്ങനെ മനുഷ്യനെ കാലുവേദന, ചർമ്മരോഗം, ഉറക്കമില്ലായ്മ, തലകറക്കം തുടങ്ങി മൂത്രക്കടച്ചൽ, വയറുവേദന, നെഞ്ഞുവേദന, ശ്വാസമുട്ടൽ, നെഞ്ചിടിപ്പ് പോലെ മനുഷ്യൻ അനുഭവിക്കുന്ന തരിപ്പ്, കടച്ചൽ തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ഇത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയും. റോട്ടിലൊക്കെ ലാടോ ഇത് പോരല്ലേ? തലവേദന, മുട്ടുവേദന, മേലുവേദന, അല്ല വട്ടച്ചൊറിക്കുള്ള മരുന്ന് കാണും, അല്ലെങ്കിൽ വല്ല ജോയിന്റ് പെയിനുള്ള സാധനം കാണും. ഞാൻ ഇത് അക്യുപങ്ചർ എല്ലാവരും അല്ലട്ടോ പറയുന്നത്. നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്ത് വേദനകൾക്ക് വേണ്ടി മാത്രം, പെയിൻ റിലീഫിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പോൾ സ്പോർട്സ് പേഴ്സണാലിറ്റീസിനൊക്കെ അറിയാം. മനസ്സിലായി? ഞാനും എനിക്ക് 1-2 റിക്കവറി സ്റ്റേജിൽ എനിക്ക് പ്രശ്നം വന്ന സമയത്ത്, ലിഗ്മെന്റ് ടയർ വന്ന സമയത്ത് അക്യുപങ്ചർ എടുത്തിട്ടുണ്ട്. എടുക്കാത്ത മനുഷ്യനൊന്നുമില്ല. ബാംഗ്ലൂരിലുള്ള സമയത്ത് എനിക്ക് ലിഗ്മെന്റ് ടയർ ഉണ്ടായിരുന്നു. ലിഗ്മെന്റ് ടയർ ഒരു വട്ടം എൻ്റെ വിരലിലാണ് വന്നത്. എനിക്ക് ബോൾ വന്ന് അടിച്ച സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വട്ടം എനിക്ക് മുട്ടിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ 2 സമയത്തും എനിക്ക് റെഡ് ലൈറ്റ്, അക്യുപങ്ചർ, അങ്ങനെ പല ട്രീറ്റ്മെന്റ്സും എടുത്ത് തന്നിട്ടാണ് നമുക്ക് പെയിൻ ഒന്ന് റിലീഫായത്. ഓക്കെ, അത് അത്രയും ഉപയോഗിക്കാൻ പാടുള്ളൂ. ദെയർ ആർ ലിമിറ്റേഷൻസ്. എല്ലാ മെഡിസിനും ഒരു ലിമിറ്റേഷൻ. ഇപ്പോൾ ആയുർവേദത്തിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതേപോലെ ഹോമിയോയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഓരോ സാധനത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഈവൻ മോഡേൺ മെഡിസിൻ ആണെങ്കിലും ചില രോഗങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് മരുന്നിനൊക്കെ. ഇത് ഇവർ പറയുന്നത് എൻഡ്ലെസ് ആണ് അക്യുപങ്ചർ എന്ന് പറയുന്നത്. ഏത് രോഗത്തിനും അക്യുപങ്ചർ ഉപയോഗിക്കാം. 2-3 മാസം പഠിച്ചിറങ്ങിയിട്ട് ഇങ്ങോട്ട് ഉപയോഗിച്ചിറങ്ങി കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയാണോ? എന്താ സുഖം പറഞ്ഞു തന്നാലും എല്ലാത്തിനും ചികിത്സിക്കുന്ന ചില ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലേ. അതുപോലെ ഇനി വേറൊരു അക്യുപങ്ചറിസ്റ്റിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്? ആരാ നിങ്ങളെ പഠിപ്പിച്ചതെന്നുണ്ടോ? അല്ല, താങ്കളൊരു സർക്കാർ സംവിധാനത്തിൽ ഒരു ജോലിക്ക് പ്രവേശിക്കുമ്പോൾ താങ്കളോട് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് നാണക്കേടാണ്. സർക്കാർ സംവിധാനങ്ങളിലേക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കൗൺസിൽ അതിന്റെ പേരിൽ രൂപീകരിക്കണം. ആ കൗൺസിലുണ്ട്, ആ കൗൺസിൽ നിലവിലുണ്ട് അൽത്താഫ്. ആ കൗൺസിൽ അംഗീകരിക്കപ്പെടാത്ത ഒന്നാണ്, അംഗീകരിച്ചിട്ടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് താങ്കളോട് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്, താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചികിത്സാ രീതികൾ പിന്തുടരുന്നത് എന്ന്. കേന്ദ്രത്തിലെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അതിന്റെ ഡിസ്കഷനിലാണ്. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസത്തിൽ അതിനെ കുറിച്ചൊരു കരട് രേഖ വന്നിട്ടുണ്ട്. എത്ര നാളത്തെ കോഴ്സിന് ആരുടെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ എന്ത് ബോർഡിന് കീഴിൽ പഠിക്കുന്ന കോഴ്സാണ് അംഗീകരിക്കേണ്ടത്? അതിന്റെ വിഷയങ്ങളൊക്കെ ഡിസ്കഷൻ മിനിമം ഈ അക്യുപഞ്ചർ പഠിക്കുന്ന ഒരാൾക്ക് വേണ്ട യോഗ്യത എന്താണ്? അൽത്താഫ്, മിനിമം അക്യുപഞ്ചർ പഠിക്കേണ്ട ഒരാൾക്ക് വേണ്ട യോഗ്യത എന്താണ് എന്ന് താങ്കൾക്ക് പറയാമോ? MBBSന് വേണ്ട യോഗ്യത തന്നെയാണ് അക്യുപങ്ചർ പഠിക്കാനും വേണ്ടത്. +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. MBBSലേക്ക് ഒരാൾക്ക് കയറണമെങ്കിൽ +2 വേണം എന്നതുപോലെ അക്യുപങ്ചർ പഠിക്കാനും +2 തന്നെയാണ് ക്വാളിഫിക്കേഷൻ. +2 ക്വാളിഫിക്കേഷൻ ഉള്ള എത്ര വർഷം പഠിക്കണം അക്യുപങ്ചർ? ഇപ്പൊ പുതിയ കരട് അനുസരിച്ച് 2 വർഷത്തെ കോഴ്സുകളാണ്, അല്ലെങ്കിൽ 2 വർഷം പഠിച്ചാൽ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ. അപ്പോ ഇതിന് മുമ്പ് നിങ്ങൾക്ക് ആരാണ് ഈ 2 വർഷത്തെ പഠിപ്പിക്കുന്നത്? ആരാണ്?
അതിനെക്കുറിച്ചൊക്കെയുള്ള അമെൻമെന്റോ കാര്യങ്ങളോ ഇപ്പൊ അല്ലല്ല താങ്കൾ എന്നോട് ചോദിച്ചല്ലോ നാണമില്ലേ എന്ന്. താങ്കൾ പറയൂ, എവിടെയാണ് താങ്കൾ പഠിച്ചത് എന്ന് പറയൂ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്? ആരാണ് സർട്ടിഫിക്കറ്റ് നൽകിയത്? പേഴ്സണൽ വിഷയങ്ങൾ പറയാൻ എനിക്ക് നാണമില്ലെന്നാ നിങ്ങളോട് ചോദിച്ചത്. ഒരു ഡോക്ടർക്ക് സർട്ടിഫിക്കറ്റ് വേണം സാർ. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരു ആശുപത്രി പ്രവർത്തിക്കണമെങ്കിൽ, ഒരു മെഡിക്കൽ ഷോപ്പ് പ്രവർത്തിക്കണമെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് വേണം. അല്ല, താങ്കൾക്ക് എവിടെയാണ് പഠിച്ചത് എന്ന് പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് എന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പേഴ്സണൽ ഇൻഫർമേഷൻ നമുക്ക് പേഴ്സണൽ അല്ല. ഒരു ഡോക്ടർ പഠിച്ചത് എവിടെയെന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് പേഴ്സണൽ ആവുന്നത്? എന്ത് ലൈസൻസ് ആണ്, എന്ത് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചികിത്സ നടത്തുന്നത് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് പേഴ്സണൽ ആവുന്നത്? കേട്ടോ, മെഴുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അൾട്രാ പ്രോ മാക്സ്. വെരി സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. എവിടെ പഠിച്ചു വെച്ചാൽ ആ ആൻസറോട് പറഞ്ഞ പോരെ. ആര് പഠിപ്പിച്ചു? ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു? എത്ര വർഷം ദീർഘമായ കോഴ്സാണ്? TCMC സർട്ടിഫൈഡ് ആണ്? ഉത്തരം TCMC സർട്ടിഫിക്കേഷൻ ഇല്ല. 2, അക്കാഡമീന്റെ പേര് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇതൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. ഏത് ഈ അക്യൂപങ്ചർ, റേക്കി, അങ്ങനെ കുറെ സാധനങ്ങൾ, ഇതൊന്നും എന്തല്ല, റെക്കഗ്നൈസ്ഡ് അല്ല. രണ്ടാമത്തെ കാര്യം, പഠിപ്പിച്ചെന്ന് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എത്ര കൊല്ലം പഠിച്ചു എന്ന് ചോദിക്കും. ഇപ്പോഴാണ് എന്ത് വന്നത്? 2 കൊല്ലം പഠിക്കണം എന്നായ. അപ്പം ഇതുവരെ പഠിപ്പിച്ചവരും പഠിച്ചു കഴിഞ്ഞവരൊക്കെ 2 മാസത്തെ കോഴ്സ് പഠിക്കുക. 2 മാസം അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സ്, അതിന്റെ മുകളിലാണ് ബാക്കിയുള്ളവർ പഠിപ്പിക്കുന്നത്. 2 മാസം വേണ്ടി ഒരു അക്യുപഞ്ചർ പേര് പറയാൻ തന്നെ 6 ഇതെന്താ പറയുക, 5-6 വർഷം MBBS പഠിച്ച് അതിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് എക്സ്പീരിയൻസ് ആവുന്ന ഡോക്ടേഴ്സ് ചിലരെന്താവരുണ്ട്, അക്യുപങ്ചർ പഠിക്കലുണ്ട് സൈഡിൽ. കാരണം പെയിൻ റിലീഫ് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻഡ് പ്രാക്ടീഷണേഴ്സ് എന്താവലുണ്ട് 2 മാസം. അവർക്ക് 2 മാസം പഠിച്ചാൽ ബിക്കോസ് അവർക്ക് ബോഡി അനാട്ടമി അറിയാം. +2 കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടിക്ക് MBBS പഠിക്കുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ബോഡി അനാട്ടമിയാണ്, ബോഡി സ്ട്രക്ചർ, ബോഡി അനാട്ടമിയാണ് പഠിപ്പിച്ചു കൊടുക്കുക. അതായത് മനുഷ്യന്റെ ബോഡി എന്താന്നുള്ളതാണ് പഠിപ്പിച്ചു കൊടുക്കുക. അതിപ്പോൾ MBBS ആണെങ്കിലും BDS ഒക്കെ ആണെങ്കിൽ അങ്ങനെ ആദ്യം അതറിഞ്ഞാൽ മാത്രമല്ല എവിടെ പിടിക്കണം എന്ത് ഞെക്കണം എന്ന് അറിയാൻ പറ്റുള്ളൂ. റേക്കിയിൽ 2 മാസം കൊണ്ട് അനാട്ടമി പഠിക്കാൻ പറ്റൂ? അനാട്ടമിയാണ് വൺ ഓഫ് ദ ടഫസ്റ്റ് സബ്ജക്ട് എന്നുള്ളത് എനിക്കറിയാം. ടഫാണ് അനാട്ടമി പഠിക്കാൻ, ഭയങ്കര പാടാണ്, ഭയങ്കര സീനുള്ള പരിപാടിയാണ്. ബോഡി അനാട്ടമി പഠിക്കാറുള്ള ചില്ലറ പണിയല്ല. അപ്പോൾ 2 മാസം കൊണ്ട് അക്യൂപങ്ചറിൽ ബോഡി അനാട്ടമി പഠിപ്പിച്ച് ഇത് എവിടെ കുത്തണം, എങ്ങനെ കുത്തണം, ഏത് മസിലിൽ കുത്തിയാൽ എവിടെ ഇമ്പൾസ് ജനറേറ്റ് ആവും, അത് ഏത് മസിൽ എവിടെ പെയിൻ റിലീഫ് കൊടുക്കാൻ പറ്റും, മസിൽ ഏതാ, ലിഗ്മെന്റ് ഏതാന്നൊക്കെ നോക്കി കുത്താനൊക്കെ ഇതെങ്ങനെ പഠിപ്പിക്കാൻ പറ്റുക? ഇതെങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? കുത്തി ലാസ്റ്റ് എന്താ പറ്റുക അറിയാം? ഈ നീഡിലാ കുത്തുന്നത്, ആർട്ടറിയിലോ വെയിനിലോ കയറിയിട്ട് ഒരു പങ്ചർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പഴുപ്പ് വരും, അത് നേരെ തലയിൽ കയറും. ഇവര് കളിക്കുന്ന ചില്ലറ കളിയാന്ന് അവർ വിചാരത്. മനുഷ്യന്റെ ശരീരവും ജീവിതവും ജീവനൊക്കെ വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ഇൻഷാ അല്ലാ മാഷാ അല്ലാ അള്ളാ പടച്ചോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, പടച്ചോൻ വരെ എന്ത് ചെയ്യുന്നറിയോ? എന്നാ പിന്നെ അങ്ങനെ തീർന്നു പോട്ടെ. ബുദ്ധിയില്ലായ്മേനോട് ഞാനെന്ത് പറഞ്ഞു കൊടുക്കാനാന്ന് വിചാരിക്കും. പടച്ചോൻ അതാ വിചാരിക്കും. ഈ പൊട്ടന്മാരോട് ഞാനെന്ത് പറയാനാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല അത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ലോകം, നിങ്ങൾ അങ്ങനെ ചിന്തിക്കാണ്. ഇപ്പോൾ ദൈവമാണല്ലോ ലോകം ഉണ്ടാക്കിയെന്ന് ചിന്തിക്കുന്നത്. ആ ദൈവം തന്നെ പറയും, ഞാൻ ലോകം ഉണ്ടാക്കിയ സമയത്ത് ഇതേപോലെ കുറച്ച് എന്താ പറയുക വൈദ്യന്മാരെയും ഡോക്ടർമാരെയും അത് കാലങ്ങളനുസരിച്ച് മാറുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനൊന്നും പോവാതെ ഇവിടെ ഇരുന്നിട്ട് ഇത് കുത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ തിരിച്ചു പോയിക്കും. ഷോർട്ട് കട്ടിൽ കാര്യങ്ങൾ 2 മാസം കൊണ്ട് പഠിച്ചോണ്ട് ഇറങ്ങിയതാ ഡോക്ടറാണെന്നും പറഞ്ഞു. എന്താ പറയുക, കുറെ ആളുകളെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല. ഇതിന്റെയൊക്കെ എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഇത് വന്ന രാജ്യത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിനെ പറഞ്ഞ ചൈനയിൽ ഇതുമായിട്ട് പുലബന്ധം ഉണ്ടാവില്ല ചിലപ്പോൾ ഈ പരിപാടിക്ക്. ഇപ്പൊ നമ്മളെ ട്രഡീഷണൽ മെത്തേഡ് എന്താ? ആയുർവേദം അല്ലേ? നമ്മൾ ആയുർവേദം ആയിരിക്കില്ല ചിലപ്പോൾ പുറത്ത് എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധനം. ഇനി നമ്മൾ ആയുർവേദം തന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആയുർവേദം കഴിഞ്ഞ പലരും ഇപ്പൊ മോഡേൺ മെഡിസിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൊളാബറേറ്റ് ചെയ്തിട്ട് കുറെ മോഡേൺ മെഡിസിന്റെ കാര്യങ്ങൾ അവർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഒരു എന്താ പറയാ കോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ വരിക. കാരണം ഇതെല്ലാം സമ്മപ്പ് ചെയ്യുന്നത് ലാസ്റ്റ് എവിടെയാ? മോഡേൺ മെഡിസിനിലാണ്. മനസ്സിലായോ? ചില രോഗങ്ങൾക്ക് മോഡേൺ മെഡിസിനിൽ കിട്ടണേക്കാൾ എഫക്ട് ചിലപ്പോൾ എന്തിൽ കിട്ടും? ട്രഡീഷണൽ മെത്തേഡ്സിൽ കിട്ടാം. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇത് ചൈനയുടെ ട്രഡീഷണൽ എന്താണ് മെത്തേഡാണ്. അത് അവിടുന്ന് തന്നെ കറക്റ്റ് പഠിച്ചു വരാൻ തന്നെ സമയം പിടിക്കും. അത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 2 മാസം സർട്ടിഫിക്കറ്റ് കോഴ്സായി. ഇപ്പൊ ഇത് പഠിച്ച ആർക്കും സ്റ്റെത്ത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം 2 മാസം കൊണ്ടൊക്കെ എന്തിനെ കുറിച്ച് നമുക്ക് എന്തറിയാനാന്നുള്ളതാണ്. അതാണ് അവിടെയാണ് ഇവര് മതം വെച്ച് വിൽക്കുന്നത്. അതായത് ആളുകളുടെ ഓർത്തഡോക്സ് കൺസർവേറ്റീവ് ചിന്താഗതിയുള്ള ഫാമിലികളിൽ കയറി ചെന്ന് ഈ വാക്സിൻ പ്രശ്നമാണ്, മെഡിസിൻ പ്രശ്നമാണ്, ഇതൊക്കെ ഹറാമാണ്, ഇതൊന്നും ഹലാലല്ല എന്ന് പറഞ്ഞിട്ട് ഹലാലായ രീതി ഇതാണ് എന്ന് പറഞ്ഞാൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യും. എന്താ പറയുക, ഒരു കുടുംബത്തിൽ ചെന്ന് പറയണത് നോർമൽ ആളുകളാണെങ്കിൽ കുഴപ്പമില്ല,
മതമായിട്ട് മതം പഠിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരും അവർ മത പണ്ഡിതന്മാരെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് പറയുമ്പോൾ ആളുകൾ വിശ്വസിച്ച് പോവാണ്. ഈ പാവപ്പെട്ട സാധുക്കളത് വിശ്വസിച്ച് പോവാണ്. കഷ്ടം തന്നെയാണ്, ഒന്നും പറയാനില്ലത്. കാരണം സർക്കാർ ഒരു സൈഡിലൂടെ വീട്ടിലെ പ്രസവം ഒഴിവാക്കി മാക്സിമം ഈ ജനിക്കുന്ന കുട്ടികളെ സേഫായിട്ട് ഹെൽത്തി ആയിട്ട് വളർത്താനുള്ള സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനുവേണ്ടി ഇവിടുത്തെ ആശാ വർക്കേഴ്സും അംഗനവാടി ടീച്ചർമാരും രാപ്പകലും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ അപ്പുറത്ത് ഒരു സൈഡിൽ കൂടി ഇത് ഒപ്പിച്ച് വെക്കുക. അന്ന് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും ചോദിച്ചിട്ട് ടീം വന്നത്. അന്നേ ഞാൻ ഈ സീനും വീഡിയോനകത്ത് പറഞ്ഞതാണ്, മലപ്പുറം ഏരിയയിൽ ഇത് ഭയങ്കര കൂടുതലാണ്. അതും സംഭവിച്ചത് കഴിഞ്ഞ വട്ടം ലേഡി മരിച്ചു, അത് ഓർമ്മല്ലേ നിങ്ങൾക്ക്? ആ, കഴിഞ്ഞ വട്ടം മരിച്ചത് ഒരു ലേഡിയാണ്, അമ്മ മരിച്ചു, പ്രാവശ്യം കുട്ടി മരിച്ചു. ഇനി നടക്കും. കാരണം എന്താ പറയുക, ഇവിടെയുള്ള കുറേ എണ്ണത്തിന് മതം തിന്നാൽ മതി. മതം എന്ത് വെച്ച് വിളമ്പി കൊടുക്കും, മതത്തിൽ എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുത്താൽ അത് തിന്നും. ഇവർക്കൊക്കെ എന്താണെന്ന് അറിയാം, കുട്ടി മരിക്കുക പോലത്തെ ഒരു സംഭവം നടന്നാലും ഒരു കുറ്റബോധം തോന്നില്ല. കാരണം അതിൽ മതത്തിന്റെ ഇതുള്ളത് കാരണം കൊണ്ട് അത് ആ വഴിക്ക് പോയിക്കോളും എന്നുള്ളത് രീതിയിൽ വരികയാണ്. അത് ചിലപ്പോൾ പടച്ചോന്റെ ക്രെഡിറ്റിക്കാണ്ട് വിടും. ഇവര് കൊണ്ടുപോയി എന്നിട്ട് അത് പടച്ചോന്റെ തലയിൽ. ഞാൻ പറഞ്ഞെങ്കിൽ ഈ കുട്ടി ഉണ്ടായ സമയത്തേ ഈ കുട്ടീന്റെ ഉമ്മല്ലേ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഉണ്ട്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് എഴുതിയിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കണം. ആ പോസ്റ്റ് ഞാൻ അവിടെ സൈഡിൽ ഇങ്ങനെ അവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ആ പോസ്റ്റിനകത്തൊക്കെ എഴുതി വിട്ടാൽ എന്താ അറിയോ, ഈ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് എഴുതി വിട്ടിക്കുക. കുട്ടി ജനിച്ചതിന് അങ്ങനെ എഴുതി വിട്ടിട്ട് വീട്ടിലെ പ്രസവല്ലേ അതിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഒരു പോസ്റ്റ് വിട്ടിട്ട് 36 പോയി എഴുതി വെച്ചിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ യാതൊരു കേടുമില്ലാതെ ശരീരത്തിൻ്റെ പ്രകൃതിപരമായ പ്രവർത്തനങ്ങളിലെ വീട്ടിൽ സമാധാന അന്തരീക്ഷം പ്രസവം എന്ന വലിയൊരു അനുഗ്രഹം സാധിച്ചു. ഇത് എഴുതി വെച്ച് അവരെഴുതി വെച്ചതാ കുട്ടി ഉണ്ടായപ്പോൾ. ഇത് വായിക്കുന്നൊരു മതവിശ്വാസി ആദ്യം നോക്കി ഈ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ മാത്രം. അപ്പോൾ അവരെന്താ മനസ്സിൽ കയറുക, പടച്ചോൻ സഹായിച്ചു, അവർ പടച്ചോനെ വിശ്വസിച്ചു, പടച്ചോൻ സഹായിച്ചു, എല്ലാവരും കൂടിയും പടച്ചോൻ സഹായിച്ചാൽ നടക്കില്ല എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ വേണ്ടല്ലോ, പടച്ചോൻ മാത്രം പോരെ? അല്ലേ, ഹോസ്പിറ്റലിൽ വേണ്ടല്ലോ, പടച്ചോൻ മാത്രം പോരെ? അല്ല, ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഡോക്ടർമാരുണ്ടാക്കുന്നതും പടച്ചോൻ തന്നെയല്ലേ. ഡോക്ടർ എന്താ വിളിക്കുന്നത്, ദൈവത്തിൻ്റെ കൈ എന്നാണ് പറയുന്നത് അല്ലേ? ഇവിടെ ഡോക്ടർമാരെ എന്താ പറയുക, ദൈവത്തിൻ്റെ കൈ എന്നാണ് പറയുന്നത്. നഴ്സുമാരെ മാലാഖമാരും. അപ്പം പിന്നെ ഹോസ്പിറ്റൽ സ്വർഗ്ഗല്ലേ, ദൈവമുണ്ട്, മാലാഖയുണ്ട്, സ്വർഗ്ഗല്ലേ. അല്ല, ഇടയ്ക്ക് പിശാച് വരും, അപ്പം ചിലർ മരിക്കും. സ്വന്തമായിട്ട് മാലാഖയും സ്വന്തമായിട്ട് ദൈവമൊക്കെ ആവാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം പറ്റുന്നത്. ഒരവസ്ഥയാണ്. ഇപ്പം എനിക്കതാണ് മലപ്പുറത്തിനെ കുറിച്ച് അത് നമ്മൾ ഇതിപ്പോ പാങ്ങിലും കണ്ടായിരുന്നു. മറ്റെവിടെ കാണുന്നത് ചട്ടിപ്പറമ്പാണെങ്കിൽ നമ്മളെ ചട്ടിപ്പറമ്പ് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വരുന്നത്. അതാണ് ഒക്കെ ഈ പാങ്ക് ചട്ടിപ്പറമ്പ് ആ ഭാഗത്തു നോക്കിയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. കഷ്ടം തന്നെ എന്താണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഇനിയെങ്കിലും വീഡിയോ ഒരു സൈഡിൽ വിദ്യാഭ്യാസപരമായി നമ്മളെ റേഞ്ച് ഇങ്ങനെ കൂടുമ്പോൾ ഒരു സൈഡിൽ നിന്ന് പിടിച്ചു വലിക്കുകയാണ് താഴേക്ക്. സത്യം. ലൈഫ് സ്റ്റൈല് മാറണം. ലൈഫ് സ്റ്റൈല് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ മൊബൈലോ കാറോ സാധനം മേടിച്ചിട്ട് കാര്യമില്ല, നമ്മളെ ചിന്തകളാണ് മാറേണ്ടത്. ഭക്തിയും വിശ്വാസവും ആ രീതിയിലുള്ള ചിന്തകളൊക്കെ വളരെ നല്ലതാണ് ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് ഈ രീതിയിൽ പുറകോട്ട് വലിക്കുന്ന രീതിയിലാവുമ്പോഴും അത് ഒരു പരിധി കൂടുതലാവുമ്പോഴൊക്കെയാണ് പ്രശ്നം. എന്താണെങ്കിൽ ഇനിയൊരു ജീവൻ പോവാതിരിക്കട്ടെ. സർക്കാർ കൃത്യമായ തീരുമാനം ഉണ്ടാക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി പറഞ്ഞേ.